നമ്മൾ പിന്നെ സിറ്റിസൺസിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ജനറലായിട്ട്. അപ്പം നമ്മൾ നമ്മുടെ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഇതൊരിക്കലും നടക്കുന്നൊരു കേസാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ഇറങ്ങണം. നമ്മൾ ജയിപ്പിച്ച് വിട്ട നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട രാഷ്ട്രീയക്കാരോ എം എൽ എമാരോ എം പിമാരോ ഒന്നും ഇതിനായിട്ട് മെനക്കെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ ഉള്ളൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരുടെയും എക്സ്പീരിയൻസ് അത് തന്നെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പം വർഷങ്ങളായിട്ട് ഗൾഫിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എങ്കിലും നാട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എയർടെല്ലിൻ്റെ നമ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആ നമ്പർ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3 മാസം കൂടുമ്പോഴുള്ള 3 മാസത്തെ പാക്കേജ് ഞാനെടുത്ത് റീചാർജ് ചെയ്യാറുണ്ട്. ചിലപ്പം കോൾ മാത്രമുള്ളത്, ചിലപ്പം ചാർജ് ഡാറ്റയും എല്ലാം കൂടെയുള്ള പാക്കേജാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. ഇതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനകത്ത് ഈ 3 മാസത്തേക്ക് ചാർജ് ചെയ്യുന്ന പാക്കേജിൻ്റെ അതായത് 2 GB പെർ ഡേ അല്ലെങ്കിൽ 1.5 GB പെർ ഡേ എന്നുള്ളൊരു 1.5 GB പെർ ഡേ എന്നുള്ളൊരു പാക്കേജ് ഇപ്പം എയർടെല്ലില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 2 GB പെർ ഡേ എന്നുള്ളൊരു പാക്കേജ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കോളിന് മാത്രമുള്ള പാക്കേജേ ഉള്ളൂ. അപ്പം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഒരു 1.5 വർഷം മുന്നേ നോക്കുകയാണെങ്കിൽ ഒരു 799 ആയിരുന്നു. അതിപ്പം മാറി ഇപ്പോൾ 899 ആയി. അതായത് ചാർജുകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് കോർപ്പറേറ്റ് കമ്പനികൾ അവരങ്ങ് തീരുമാനിക്കുകയാണ് പ്രൈസ്. നമ്മൾ വേണമെങ്കിൽ ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. ഏതർ ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. വേണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോവുക. അപ്പം ഇതിനൊക്കെ എന്തെങ്കിലും ഒരു റെസൊല്യൂഷൻ വേണ്ടേ? ഇതിനൊക്കെ എന്തെങ്കിലും ഒരു കൺട്രോൾ വേണ്ടേ? അവർക്ക് തോന്നുന്ന രീതിയിൽ കോർപ്പറേറ്റ്സ് അത് പിന്നെ തീരുമാനിക്കുക, പിന്നെ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയാണ്. അത് പാടില്ലല്ലോ. നമ്മൾ അപ്പം ഈ രാഷ്ട്രീയത്തിനും പിന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ അതീതമായിട്ട് ഇങ്ങനെ ജനറലായിട്ട് എല്ലാവരെയും ബാധിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ യുണൈറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പറയൂ.